നമസ്കാരം. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയാണ് ഇരിക്കുന്നത്. പെരിയാർ ഒഴുകിയുണ്ടായ നാടാണ് ഏതാണ്ട് എറണാകുളം എന്ന് തന്നെ പറയാം. അതിലിതിലൊക്കെ പെരിയാർ ഇങ്ങനെ വഴിമാറി ഒഴുകിപ്പോയ കഥ. അതിലൊരു പ്രധാനം 1341 പ്രളയം തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ കൂടെ സുഹൃത്ത് സുശീൽ കുമാർ ചേട്ടനാണ്. ഞങ്ങളിങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതൊരു ആദ്യത്തെ കാഴ്ചയുടെ ഭാഗമൊന്നുമല്ല. കാരണം നമ്മൾ മുമ്പേ പരിചയമുള്ള ആളുകളാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മുനമ്പം വിഷയം പലപ്പോഴായിട്ട് ചർച്ച വന്നിട്ടുണ്ട്. ഇതിൽ ചർച്ച വരുമ്പോൾ ഒരു പ്രധാന കാര്യം തിരുവിതാംകൂർ, കൊച്ചി, ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഒരു ഡീല്, ഒരു രജിസ്റ്റേർഡ് ആധാരം, അതിൻ്റെ ഉള്ളിൽ സംഭവിക്കാനുള്ള സാധ്യത കുറവ്. 1902 സേട്ടിന് ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത്, കിട്ടുമ്പോൾ അത് തീരാധാരം കൊടുക്കാവുന്ന രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവൂ എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു കോടതി വിധി വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കമ്മീഷൻ വെച്ചത് ശരിയായില്ല എന്നുള്ളതാണ്. അതിലിപ്പോൾ മേൽക്കോടതിക്ക് പോയി മറ്റു കാര്യങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷേ ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്, മുൻ ആധാരങ്ങൾ കൊണ്ടുവരിക, രേഖ കൊണ്ടുവരാന്ന്. എന്തായിരിക്കാം ഈ മുൻകാലം? ഇതിൻ്റെ ഒന്ന് അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ, മുൻകാലം ഒന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ഈ സേട്ടിൻ്റെ ആധാരങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിനാണ് ഇവിടെ ഈ പ്രദേശത്ത് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നത്. അത് പറവൂർ താലൂക്കിലെ സത്താർ ഐലൻഡ്, വടക്കേക്കര വില്ലേജിലെ സത്താർ ഐലൻഡൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വിൽപ്പത്രമുണ്ട്. ആ വിൽപ്പത്രത്തിൽ പക്ഷേ ഈ മുനമ്പം ഭൂമി പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ പരാമർശിക്കുന്നില്ല. ആ വിൽപ്പത്രത്തിൽ പരാമർശിക്കുന്ന ഭൂമികളിൽ അദ്ദേഹം കുടികിടപ്പുകാർക്കൊക്കെ കൃത്യമായി കുടികിടപ്പ് കൊടുക്കണമെന്നും താമസക്കാർക്ക് ഭൂമി കൊടുക്കണമെന്നും ഈ ഭൂമികളൊന്നും തന്നെ തൻ്റെ ഭൂമികളൊന്നും തന്നെ ക്രയവിക്രയ അവകാശങ്ങളില്ലാത്തതാണെന്നും അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ടിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. 1923 അദ്ദേഹം ഈ വിൽപ്പത്രം തയ്യാറാക്കുന്നത്. അത് ഞാനത് പരിശോധിക്കാനുള്ള കാരണം എന്താ, സത്താർ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 186 ഏക്കറോളം വരുന്ന ഭൂമി ഈ നമ്മുടെ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ടിനുണ്ട്. അത് ഇപ്പോൾ ആ സ്ഥലം അറിയുന്നത് തന്നെ സത്താർ ഐലൻഡ് എന്നാണ്. അത് കേട്ടിട്ടുണ്ട്. പണ്ട് കൊച്ചു തിരുത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ സത്താർ ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആലുവയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളി, അദ്ദേഹം നിർമ്മിച്ച പള്ളിയാണ് ആലുവ സേട്ടു പള്ളി എന്ന് പറയുന്നത്. അദ്ദേഹം നിർമ്മിച്ച പള്ളിയാണ്. അതെല്ലാം തന്നെ ഈ വിൽപ്പത്രത്തിൽ വരുന്നുണ്ട്. ഈ മുനമ്പം സ്ഥലം അദ്ദേഹത്തിന്റെ വിൽപ്പത്രത്തിൽ എഴുതിയിട്ടില്ല. ഈ 1923 അദ്ദേഹം എഴുതിയ വിൽപ്പത്രത്തിൽ ഈ മുനമ്പം ഭൂമി പെടുന്നില്ല. അപ്പോൾ അന്ന് ഈ 186 ഏക്കർ ഭൂമി ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിലെ ചില ആളുകളൊക്കെ ആയി ചേർന്നിട്ട് ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട്. ഒരു പ്രമേയം പാസാക്കി ഒരു കച്ചവടം നടത്തി. ശരിക്കും വിൽപ്പന അവകാശമില്ലാത്ത ഭൂമിയാണ്. അതിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഷംഷാദ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി കേസിന് പോകുന്നുണ്ട്. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സത്താർ ഐലൻഡുമായി ബന്ധപ്പെട്ട് ഈ 156 ഏക്കർ ഭൂമി 14 ഖണ്ഡങ്ങളായിട്ട് തിരിച്ച്, അതായത് ഭൂപരിഷ്കാര നിയമത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 15 ഏക്കറിൽ താഴെയുള്ള 14 ഖണ്ഡങ്ങളാക്കി തിരിച്ചിട്ടാണ് അത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വിൽപ്പത്രം കാണാനിടയായത്. അന്ന് ഇവിടെ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഖാവ് ബ്രിട്ടോ, സൈമൺ ബ്രിട്ടോ MLA ആയിരുന്നു. അദ്ദേഹം ഇത് കാണണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ ഈ സാധനമൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിത് കാണാനിടയാവുന്നത്. അപ്പോൾ അതിൽ ഈ മുനമ്പം ഭൂമി പരാമർശിക്കുന്നില്ല. സേട്ടു പള്ളിയുണ്ട്, ഈ സത്താർ ഐലൻഡ്, മാലിയങ്കര എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തെ ഭൂമി പറയുന്നുണ്ട്, മട്ടാഞ്ചേരി പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ആ വിൽപ്പത്രത്തിൽ പറയുന്നുണ്ട്. അത് ക്രയവിക്രയ അവകാശമില്ലാത്തതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂമികളിൽ ഒന്നും പ്രത്യേകം അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നീക്കി വെക്കുന്നുണ്ട്. കുടുംബത്തിന് ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അന്ന് അദ്ദേഹം ഈ വിൽപ്പത്രത്തിൽ
അദ്ദേഹത്തിൻ്റെ ഭൂമികളെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഇത് നടത്തുന്ന സമയത്ത് ഈ മുനമ്പം ഭൂമി ഈ അബ്ദുൾ സത്താർ ഹാജി മൂസ സേഠിൻ്റെ കൈവശത്തിൽ ഉണ്ട് എങ്കിൽ പരാമർശിക്കും ഉറപ്പ്. തീർച്ചയായിട്ടും അത് അദ്ദേഹം ഇതിൽ പരാമർശിക്കും. കാരണം അദ്ദേഹത്തിന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ആള് ഇത് അതിനങ്ങനെ ഒരു കഥയില്ല. അല്ല, അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോ ഈ കൊച്ചിയിലുള്ള അവരാണ് ഈ ഇടയ്ക്ക് ജനൻ ടിവിക്കും മറ്റുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നൽകുന്നത്. അതെ, ഷംഷാദ് ഹുസൈനാണ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷംഷാദ് ഹുസൈൻ നമ്മളായിട്ട് വിളിച്ച് സംസാരിക്കും. അപ്പൊ ഞാൻ ഷംഷാദ് ഹുസൈനോട് ചോദിച്ചു. അപ്പൊ ഇവർ പറയുന്നത് ഒരു പട്ടയം ഉണ്ടെന്ന് തന്നെയാണ് ഇവർ പറയണത്. പക്ഷെ അത് 1902 പട്ടയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാനായിട്ട് അവർക്ക് കഴിയണില്ല. ഈ 1902 ഇവർ പറയുന്ന വടക്കേക്കര വില്ലേജ്, പറവൂർ താലൂക്കിൽ വടക്കേക്കര വില്ലേജിൽ മുനമ്പം കരയിൽ വരുന്ന ഭൂമി, അത് മുനമ്പം ഇത് പറവൂർ താലൂക്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സംഭവമാണത്. നമ്മൾ കുറച്ച് പിന്നോട്ട് പോകണം. ഒന്ന് വെറുതെ ഒന്ന് പരാമർശിച്ചു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കഥ കിട്ടില്ല കറക്റ്റ്. അതായത് ഈ മുനമ്പത്തിന്റെ ശരിക്കും ചരിത്രം, ഈ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം തുടങ്ങുന്നത് 1507 മുതലാണ്. നമ്മുടെ പോർച്ചുഗീസുകാർ ഇവിടെ സാമൂതിരിയുമായി അടികൂടി കൊച്ചിയിൽ വന്ന് കൊച്ചി രാജാവ് അവർക്ക് അഭയം കൊടുക്കുകയും അതിനെ തുടർന്ന് കൊച്ചി രാജാവിനെ സാമൂതിരി ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കൊച്ചി രാജാവ് കൊച്ചിയിൽ നിന്ന് ഓടി വൈപ്പിൻകരയിൽ അഭയം തേടുന്നുണ്ട്. ഈ ഇളങ്കുന്നപ്പുഴ ക്ഷേത്ര സങ്കേതത്തിലാണ് അഭയം തേടുന്നത്. അതുകൊണ്ടാണ് ഇളങ്കുന്നപ്പുഴയിൽ മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചില ചിഹ്നങ്ങളൊക്കെ ഉള്ളത്. ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലത്ത് ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ കയറി എത്ര തർക്കങ്ങൾ ഉണ്ടെങ്കിലും ആളെ പിടിക്കാൻ പാടില്ലെന്നും ആക്രമിക്കാൻ പാടില്ലെന്നുണ്ട്. അതുകൊണ്ടിട്ട് സാമൂതിരി എന്ത് പറഞ്ഞു, വൈപ്പിൻകരയിൽ കടന്ന് കൊച്ചി രാജാവിനെ പിടിച്ചില്ല. അതിനുശേഷം പിന്നീട് ആൽബുക്കർക്കോ മറ്റോ, അതായത് വലിയ സൈന്യവുമായി പോർച്ചുഗലിൽ നിന്ന് വരികയും അവർ വരുമ്പോൾ ഈ കൊച്ചി രാജാവ് അവിടെ ഇല്ല, അദ്ദേഹത്തെ നാടുകടത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിതി വന്നു. അദ്ദേഹം അവരെ സഹായിച്ച രാജാവ് എന്നുള്ള നിലയിൽ ഈ പോർച്ചുഗീസ് സൈന്യം വരികയും അവർ നമ്മുടെ ഈ വൈപ്പിൻകരയിൽ വന്ന് ഈ കൊച്ചി രാജാവിനെ മോചിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ കൊണ്ടുപോയി വീണ്ടും രാജാവാക്കി. അപ്പൊ അങ്ങനെയാണ് കൊച്ചിയിൽ കോട്ട വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുന്നത്. ഇമ്മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ടയല്ല, കൊച്ചിയിൽ കോട്ട, ഇമ്മാനുവൽ കോട്ട. അതാണ് ഫോർട്ട് കൊച്ചി നമ്മൾ അറിയപ്പെടുന്നത്. അതെ, അവിടെ പണ്ടികശാല വെക്കാനും കൂടെ. അത് കുറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ള തെങ്ങിൻ കുറ്റികളൊക്കെ അടിച്ചുണ്ടാക്കിയ കോട്ടയാണ്. അത് തകർന്നു പോയി. അതുകൊണ്ടിട്ടാണ് അത് പെട്ടെന്ന് തകർന്നു പോകുന്നത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വൈപ്പിൻകരയുടെ പ്രാധാന്യം മനസ്സിലായി. വൈപ്പിൻകരയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന മുനമ്പം വഴി ശത്രുക്കൾക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് അവിടെ കോട്ട കെട്ടാൻ സ്ഥലം വേണമെന്ന് അവർ കൊച്ചി രാജാവിനോട് ആവശ്യപ്പെട്ടു. അതാണ് പള്ളിപ്പുറം കോട്ട. അങ്ങനെയാണ് പള്ളിപ്പുറം കോട്ട വരുന്നത്. അത് 1507 കൂടിയിട്ടാണ്. അതിനുശേഷം 1663 കൂടിയിട്ട് നമ്മുടെ ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ കോട്ടയും ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും തോപ്പുകളും ബംഗ്ലാവുകളും ഒക്കെ അവരുടേതായി. അങ്ങനെ ഈ ഡച്ചുകാർ പള്ളിപ്പുറത്ത് ഒരു കുഷ്ഠരോഗ ആശുപത്രി പണിയുന്നുണ്ട്. അതിനെക്കുറിച്ച് അവിടെയുള്ള ഒരു പറഞ്ഞു. അവിടെ ഒരു കോൺവെന്റും മറ്റു ഇപ്പോൾ ഒരു സംഗതികളൊക്കെ അല്ലേ, അവിടെ ഒരു പണിയുന്നുണ്ട്. കൂടാതെ അവിടെ ചില ബംഗ്ലാവുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ മുനമ്പം കുത്തകപ്പാട്ടം എന്ന് പറഞ്ഞിട്ട് അത് അറിയുന്നുണ്ട്. ഈ മുനമ്പം കുത്തകപ്പാട്ടത്തിൽ വരുന്ന ഭൂമികൾ മുനമ്പത്ത് മാത്രമല്ല, അത് മൂത്തകുന്നത്തുണ്ട്, വടക്കേക്കരയുണ്ട്. ഈ നമ്മുടെ ഈ പറയുന്ന ഈ കൊടുങ്ങല്ലൂരും പുത്തമ്പേലിക്കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തും മുനമ്പം കുത്തകപ്പാട്ടം ഭൂമിയിലുണ്ട്. പേരെങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിപ്പുവിനെ ചൊറുക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാരിൽ നിന്ന് തിരുവിതാംകൂർ ഈ ഭൂമി വാങ്ങി. ടിപ്പു മാലിയങ്കര വരെ വന്നിട്ടുണ്ടല്ലോ. അതെ, ടിപ്പു ഇവിടെ വരെ വന്നിട്ടുണ്ട്. അതിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാമൂതിരി കൊച്ചിയെ ആക്രമിച്ചു കൊച്ചിയുടെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അതിൽ ഈ നമ്മളിരിക്കുന്ന ഈ പ്രദേശം അടക്കമുള്ള ആലങ്ങാട് രാജ്യവും അതിനോട് ചേർന്നിട്ടുള്ള പറവൂർ രാജ്യവും പിടിച്ചെടുക്കുന്നുണ്ട്. തിരുവിതാംകൂറിന്റെ ആയിരുന്നു? അല്ല, അത് കൊച്ചിയുടെ രാജ്യങ്ങളായിരുന്നു. അവർ പിടിച്ചെടുക്കണം. 1750 1760 വരെയൊക്കെയുള്ള കാലയളവിൽ ഈ നമ്മളിരിക്കുന്ന ഈ പ്രദേശം ആലങ്ങാട് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു.
പിന്നീടാണ് അത് പറവൂർ രാജ ആലങ്ങാട് രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. കൊച്ചി രാജ്യം, ആലങ്ങാട് രാജ്യം. കൊച്ചി രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്രാജ്യം. ഈ ആലങ്ങാട് രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതായിട്ട് നിൽക്കുന്ന രാജ്യം, കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യം. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും 1750 മുതൽ പിടിച്ച് അടക്കുകയും തുടർന്ന് കൊച്ചിയെ പിടിക്കുമെന്നുള്ള സ്ഥിതി വന്നു സാമൂതിരി. അങ്ങനെ തന്നെ ഈ കൊച്ചി രാജാവും അദ്ദേഹത്തിന്റെ പടനായകനും മറ്റൊക്കെ ആയിട്ടുള്ള പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടുള്ള പാലിയത്തച്ഛനും കൂടി സാമൂതിരിനെ തിരുവിതാംകൂറിൽ പോയി സംസാരിച്ചു. സാമൂതിരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു സംയുക്ത സഖ്യം ഉണ്ടാക്കി. ആ സഖ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ വലിയ പടനായകനായിട്ടുള്ള ഡിലനോയി, ഡച്ചുകാരനാണ് ഡിലനോയി. ഡിലനോയിന് അത് വേറൊരു കഥയാണ്. അല്ല, ആ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിലനോയും വലിയ കപ്പിത്താൻ ദളവ അയ്യപ്പൻ മാർത്താണ്ഡനും കൂടി പറവൂരിൽ വന്ന് ക്യാമ്പ് ചെയ്ത്. അപ്പൊ അവര് പറവൂരിൽ എത്തിയപ്പോഴത്തേക്കും സാമൂതിരി സൈന്യം പോയി. യുദ്ധം ചെയ്യാൻ പിന്നെ മൊത്തം തൃശ്ശൂർ വരെയുള്ള കൊച്ചി പ്രദേശങ്ങൾ മോചിപ്പിച്ചു. അങ്ങനെ കൊച്ചി പ്രദേശങ്ങൾ മോചിപ്പിച്ചതിന് പ്രത്യുപകാരമായിട്ടാണ് ഈ പറവൂരും ആലങ്ങാടും തിരുവിതാംകൂറിന് കൊടുക്കുന്നത്. കൊച്ചി മാത്രമല്ല വേറൊരു സ്ഥലവും കൂടി കൊടുത്തു, നമ്മുടെ പുത്തഞ്ചിറ, അതൊരു സേനാനായകനാണ്. അത് അയ്യപ്പൻ മാർത്താണ്ഡനെയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് കൂട്ടി വെച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം അത് വേണ്ട, എന്റെ രാജ്യത്തിന് തന്നെ ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ സ്വകാര്യ സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ ഈ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിട്ട് ഈ കോട്ടകൾ കെട്ടാനായിട്ട് ഡിലനോയി തീരുമാനിച്ചു. അങ്ങനെയാണ് നെടുങ്കോട്ട എന്ന് പറയുന്ന കോട്ട കെട്ടാൻ വേണ്ടി ആലോചിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാന കോട്ടകളിലൊന്ന് ആണ് നെടുങ്കോട്ട. അതായത് ഈ നമ്മുടെ ഈ പള്ളിപ്പുറം കോട്ടയിൽ നിന്ന് ആരംഭിച്ച് ആനമല വരെ ഒറ്റ ഒരു മതിലും അതിനോട് ചേർന്ന് ചെറിയ ചെറിയ കോട്ടകളും കൊത്തളങ്ങളും വാതിലും അങ്ങനെ ഉൾപ്പെടുന്ന ഒരു 20 അടി ഉയരമുള്ള താഴെക്കടങ്ങുള്ള വലിയ ഒരൊറ്റ ഒരു കോട്ട പോലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ പള്ളിപ്പുറം കോട്ടയും. അതുപോലെ തന്നെ പള്ളിപ്പുറം കഴിഞ്ഞാൽ ഈ പറവൂരിന്റെ ഭാഗം വരുന്ന കുരിയാപ്പള്ളിയിൽ ഒരു കോട്ട കെട്ടി, കുരിയാപ്പള്ളി. അതുപോലെ തന്നെ ചാത്തനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടി. അപ്പുറത്ത് വരാപ്പുഴയിൽ ഒരു കോട്ട കെട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു കോട്ടയുടെ ശൃംഖല ഉണ്ടാക്കുന്നുണ്ട്. അതിനു വേണ്ടി ആണ് ഈ പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും അടക്കമുള്ള പ്രദേശങ്ങള് ഡച്ചുകാരിൽ നിന്ന് തിരുവിതാംകൂർ വിലക്ക് വാങ്ങുന്നത്. കാശ് കൊടുത്ത് 3 ലക്ഷം രൂപക്ക്. അന്ന് 3 ലക്ഷം രൂപക്കാണ് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ കൈവശം വന്ന ഒരു പ്രദേശമാണ് ഈ പള്ളിപ്പുറം പ്രദേശങ്ങൾ. ഒരു മിനിറ്റ് പറയട്ടെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇതിന്റെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ അല്ലാതെ ഈ 1902 കഥയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ചരിത്രം പ്രത്യേകം പ്രതിപാദിച്ച്. വേറെ ഒരിക്കലും ഇത് പ്രതിപാദിക്കേണ്ടതല്ല, ഇത് പറഞ്ഞു വെക്കേണ്ടതും കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തേക്ക് വരാം. അപ്പൊ അതിലേക്ക് വരുമ്പോ ഈ കുത്തകപ്പാട്ടം എന്ന് പറയുന്ന വ്യവസ്ഥ ഉണ്ടല്ലോ, അത് ഡച്ചുകാരുടെ കാലത്ത് ആരംഭിക്കുന്നതാണ്. ഡച്ചുകാർ ഇത് കുത്തകപ്പാട്ടത്തിന് കൊടുക്കുന്നുണ്ട്, പല ആളുകൾക്കും പാട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അതിനെ പിന്തുടർന്ന് തിരുവിതാംകൂർ കൊടുക്കുന്നുണ്ട്. അപ്പൊ തിരുവിതാംകൂറിൽ 2 തരം പാട്ടം ഉണ്ടായിരുന്നു. പണ്ടാരവക പാട്ടം ഉണ്ടായിരുന്നു, കുത്തകപ്പാട്ടം ഉണ്ടായിരുന്നു. ഈ പണ്ടാരവക പാട്ടം കുത്തകപ്പാട്ടത്തിനേക്കാളും കുറവായിരുന്നു വില. എന്താ പറയാ, അതിന്റെ താരിഫ് കുറവായിരുന്നു. അപ്പോൾ ഈ കുത്തകപ്പാട്ടക്കാരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റെസിഡന്റിന് പരാതി കൊടുത്തു. ഇങ്ങനെ ഞങ്ങളോട് 2 തരം പാട്ടം ഈടാക്കണ്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഇടപെട്ടിട്ട് തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവറാവു മുനമ്പത്ത് വന്ന് അന്വേഷണം നടത്തി. അങ്ങനെ മുനമ്പത്ത് വന്ന് ഏകദേശം 777ഓളം പാട്ടക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരിവിടെ വന്ന് പരിശോധന നടത്തി ഈ 2 പാട്ടങ്ങളും ഏകോപിപ്പിച്ചു. 2 തരം പാട്ടങ്ങൾ ഒറ്റ പാട്ടാക്കി. അപ്പോൾ നമ്മൾ പരിശോധിക്കണേ, ഈ പാട്ട വ്യവസ്ഥകൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഒരു പ്രൊക്ലമേഷൻ ഉണ്ട്. ഒരു വിളംബരത്തിലൂടെയാണ് അത് വെക്കണേ. അന്നേരം ഈ പാട്ടക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. അതിന് മുമ്പുള്ള കുറെ പാട്ടക്കാരുടെ പേര് എൻ്റെ കൈവശത്തിലുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അത് നമ്മുടെ ട്രാവൻകൂർ മാനുവൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ മാനുവലിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പാട്ടക്കാരുടെ പേര് പറയുന്നില്ല,
ഇതുമായി ബന്ധപ്പെട്ട പ്രൊക്ലമേഷൻ മറ്റു കാര്യങ്ങളും പ്രൊക്ലമേഷനും ഈ അന്വേഷണ വിവരങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിലെ കോട്ട മേടിക്കണ വിവരങ്ങളും പറയുന്നു. ട്രാവൻകൂർ മാനുവലിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരെയുള്ള, അതായത് ഈ മാധവറാവു അന്വേഷണം നടത്തുന്ന കാലത്ത് ഈ ഭൂമി പുഴ പുറമ്പോക്കെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെ, 100% ഈ പറഞ്ഞതാണ് ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നേരിട്ട് അന്വേഷിക്കുമ്പോഴും ഓരോ വർഷവും ഇടുക്കി അണക്കെട്ട് വന്നതിന് ശേഷമാണ് സാധാരണഗതിയിലുള്ള വർഷം തോറുള്ള പ്രളയം കുറയുന്നത്. അതുവരെ ഓരോ വർഷവും വരുന്ന പ്രളയത്തിൽ കരപിടിക്കുന്ന ഭൂമിയാണ് മുൻപത്തുണ്ടായിരുന്നത് എന്നാണ്. അപ്പം അത് പുഴ പുറമ്പോക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. പിന്നീട് അത് മറ്റൊരു രേഖയും കൊണ്ട് വന്ന് ഇത് കീഴ്പ്പെടുത്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിൽ വലിയ സംശയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പം എന്ന് പറഞ്ഞാൽ ഈ 1902 രേഖ എന്ന് പറയണത് നമ്മൾ കൃത്യമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതുവരെ ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അതായത് 1950കൾക്ക് ശേഷം പല കാലങ്ങളിലായി കേസ് നടക്കുന്നത്. കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവരുടേതാണെന്നുള്ള രേഖപ്പെടുത്തി വെക്കുന്നത്. അല്ലാതെ പൂർവ്വരേഖ പരിശോധിച്ചുകൊണ്ട് അന്നത്തെ രജിസ്ട്രേഷനോ മറ്റു രേഖകളോ കുടിക്കിടപ്പ് അവകാശം ഉണ്ടെന്നോ എന്നുള്ളതൊന്നും പരിശോധിച്ചില്ല. 1961 അല്ലെങ്കിൽ 63 തീയതിൻ്റെ അടുത്തുണ്ട്. ആ കാലത്ത് നമ്മുടെ നിയമസഭയിൽ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. നമ്മുടെ ഒരു പിന്നീട് SRPയുടെ ഒക്കെ നേതാവായിരുന്ന ഒരു കക്ഷിയാണ് ആ വിഷയം അവിടെ ഉന്നയിക്കുന്നത്. അദ്ദേഹം ചാലക്കുടി MLA മറ്റായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ അന്ന് ചർച്ച നടക്കുമ്പോൾ അന്നും പറയണത് ഈ സാധനം അപ്പോഴത്തേക്കും ഫാറൂഖ് കോളേജിന് ഇത് കൊടുത്തിരുന്നില്ല, ഇത് ഫാറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്നാണ് പറയണത്. ഇപ്പോൾ ഉണ്ടല്ല, എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ 1950 ആധാരത്തെ വെച്ചിട്ടാണ്. അതായത് ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആള് 1950 ഈ ഫാറൂഖ് കോളേജിന് ആധാരം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പ് ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെ ഈ ഭൂമി കൈവന്നു, ഈ പറയണ ഈ പട്ടയ ഭൂമി എങ്ങനെയാണ് ആധാരമായി മാറിയത്. ശരിക്കും പട്ടയ ഭൂമി ആധാരമാക്കി മാറ്റാൻ വ്യവസ്ഥകളില്ല, അന്നില്ല. അപ്പൊ ഈ പട്ടയ ഭൂമി ആണെങ്കിൽ തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, 1902 അതിനുശേഷമോ ഉണ്ട് എന്ന് പറയുന്ന ഈ പട്ടയം കണ്ടാൽ മാത്രമേ, അതിന്റെ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ വസ്തുത മനസ്സിലാവുള്ളൂ. അപ്പൊ അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അല്ലാതെ പറയുന്നൊക്കെ ഈ പറഞ്ഞ പോലെ 50-ന് ശേഷമുള്ള കോടതി വിധികളുടെയും ഇതൊക്കെ പശ്ചാത്തലത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മാത്രമാണ് എന്ന് വെച്ചാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പല തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. പല തലത്തിലുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു തലത്തിൽ അത് വർഗീയമായി കൊണ്ടുപോകുന്ന ചർച്ചകളാണ്. നമ്മൾ അതിലേക്ക് ഇടപെടാനല്ല. ഇതിന്റെ വസ്തുതയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വസ്തുത. ഇത് ഒരു പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം സുശീൽ കുമാർ നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്നല്ല, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ പല അന്വേഷണങ്ങളും നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രപരമായി കൂടി പഠിക്കേണ്ടതുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചത്. ഞങ്ങൾ കുറേ കാലമായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഈ പറയുന്ന പോലെ പെരിയാർ ഒഴുകി വന്ന ഈ ഭൂമിയുടെ പുത്തൻവേലിക്കര പാലത്തിൻ്റെ തൊട്ടടുത്തു നിന്നും ആറാട്ടുകടവിന് തൊട്ടടുത്തു നിന്നും സഖാവ് സുശീൽ കുമാറിൻ്റെ കൂടെ ഞാൻ ബിജു പവിത്ര. നന്ദി, നമസ്കാരം.